ബഹ്റിൻ ആതിഥേയത്വം വഹിക്കുന്ന 33ാമത് അറബ് ഉച്ചകോടി മെയ് 16-ന് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ അധ്യക്ഷനാകുന്ന അറബ് ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി രാജാവിന്റെ അധ്യക്ഷതയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ പ്രത്യേക ക്യാബിനറ്റ് കൂടി. ഉച്ചകോടി വിജയത്തിലെത്തിക്കുന്നതിന് ശ്രമിക്കുന്ന വിവിധ മന്ത്രാലയങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും സഹകരണത്തിന് ഹമദ് രാജാവ് നന്ദി അറിയിച്ചു. അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കാനും അറബ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉയർച്ചയും സമാധാനപൂർണമായ അന്തരീക്ഷവും സുഭിക്ഷമായ ജീവിതവും ഉറപ്പാക്കാനുള്ള വിഷയങ്ങളായിരിക്കും ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുകയെന്ന് ഹമദ് രാജാവ് വ്യക്തമാക്കി. അറബ് മേഖല പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ പരസ്പര ചർച്ചയും സഹകരണവും വഴി എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രിസഭയുടെ പ്രതീക്ഷ. ചരിത്രപരമായ ഈ ഉച്ചകോടിക്ക് ബഹ്റിൻ ആതിഥേയത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളുടെ പതാകകളും അവരുടെ നേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ടും ബഹ്റിന്റെ തെരുവുകളും ഹൈവേകളും ലാൻഡ്മാർക്കുകളും അലങ്കരിച്ചിരിക്കുകയാണ്. 33ാമത് അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മെയ് 15-16 തീയതികളിൽ രാജ്യത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ബുധനും വ്യാഴവും നിയന്ത്രണങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകും. ചില റോഡുകളിലെ ഗതാഗതം വഴിതിരിച്ചുവിടും. ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഷെല്ലാഖ്, സക്കീർ പാലസ് റൗണ്ട് എന്നിവിടങ്ങളിലേക്കും നിയന്ത്രണമുണ്ടാകും. സ്റ്റാർ വിഷൻ ന്യൂസ്, ബഹ്റിൻ.